വീട്ടിലേക്ക് പോവാട്ടോ. അങ്ങനെ കാത്തിരുന്നിരുന്ന് വീട്ടിലേക്ക് പോകുന്നൊരു സന്തോഷം ഒട്ടും പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം ഞാനും ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നേ. ബസ്സിൽ കയറിയ പിന്നെ കുറേ നേരത്തേക്ക് വീട് എത്തുന്നവരെ ഞാൻ പാട്ട് കേട്ടോണ്ടിരിക്കും കേട്ടോ. പിന്നെ വിൻഡോ സീറ്റും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തല പൊട്ടി പൊളിയാൻ തുടങ്ങി. അങ്ങനെ തലവേദനയൊക്കെ എടുത്തിരുന്നപ്പോഴാട്ടോ അടുത്ത പണി വന്നത്. വണ്ടി അവിടെ റോഡിൽ ബ്ലോക്കായി. അപ്പോൾ എല്ലാവരും പറഞ്ഞു വണ്ടി ഇനി പോവില്ല, ഇവിടെ നിന്ന് ഇറങ്ങി നടക്കേണ്ടി വരും, വേറെ വഴി പോകേണ്ട വരും എന്നൊക്കെ. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ടെൻഷനായി. പക്ഷേ എങ്ങനെയൊക്കെയോ വണ്ടി ഉന്തിയും തള്ളി ഞങ്ങളുടെ സ്ഥലത്ത് എത്തിയിട്ടോ. അപ്പം ഞാൻ ഇറങ്ങാറായി. അതുകൊണ്ടാണ് ഈ മുടിയൊക്കെ ഞാൻ അഴിച്ച് പണിത് കെട്ടുന്നത്. നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാരൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും ഒരു കോലം വേണമല്ലോ. അങ്ങനെ ഞാൻ ഇറങ്ങി എൻ്റെ വീട്ടിലേക്ക് നടക്കുമ്പോൾ ദേ എനിക്ക് പരിചയമുള്ള ഒരാൾ അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ. വേറെ ആരുമല്ല, ഇതെൻ്റെ അച്ഛനാട്ടോ. ആളെന്തോ കടയിൽ എന്തോ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോവാണേ. അപ്പോൾ എന്നോട് ചോദിച്ചു നീ വരുന്നുണ്ടോയെന്ന്. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും കൂടെ പോയി. പിന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നേ. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതി എന്നായിരുന്നു കേട്ടോ. ഞാൻ അത്രത്തോളം ടയേർഡായിരുന്നു. എനിക്ക് ചെന്നിട്ട് എൻ്റെ ബെഡിലൊന്ന് കിടന്നാൽ മതി എന്നൊരു തോട്ട് മാത്രമായിരുന്നു എനിക്ക്. അങ്ങനെ ബില്ലൊക്കെ ചെയ്ത് ഞാൻ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ വീഡിയോ. ബൈ.